നമസ്കാരം. പ്രായപൂർത്തിയാകാതെ വിവാഹം കഴിച്ച പെൺകുട്ടി പ്രസവിച്ച സംഭവത്തിൽ ബസ് കണ്ടക്ടറായ യുവാവും പെൺകുട്ടിയുടെ അമ്മയും പോക്സോ കേസിൽ അറസ്റ്റിൽ. യുവാവിന്റെ മാതാപിതാക്കളും പ്രതികളാകും. കടമ്പനാട് വടക്ക് കാട്ടത്താമ്പിള പുളിവിളയിൽ വീട്ടിൽ ആദിത്യൻ, ഭർത്താവിൽ നിന്നും അകന്നു കഴിയുന്ന പെൺകുട്ടിയുടെ മാതാവ് എന്നിവരെയാണ് ഏനാത്ത് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇവർ കേസിൽ 1ഉം 2ഉം പ്രതികളാണ്. 3ഉം 4ഉം പ്രതികളായ യുവാവിന്റെ മാതാപിതാക്കളുമായി ആലോചിച്ച് സമ്മതം നേടിയാണ് രണ്ടാം പ്രതി ഇരുവരുടെയും വിവാഹം നടത്തിക്കൊടുത്തത്. ആദിത്യൻ മുൻപൊരു പോക്സോ കേസിൽ പ്രതിയാണ്. അതിലുമേറെ ഗൗരവകരമായത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടി പ്രസവിച്ചത് സർക്കാർ ആശുപത്രിയിലാണെന്നുള്ളതാണ്. സ്വകാര്യ ബസ്സിലെ കണ്ടക്ടറായ പ്രതി 17 വയസ്സുള്ള പെൺകുട്ടിയുമായി 2 വർഷത്തോളമായി അടുപ്പത്തിലായിരുന്നു. കുട്ടിയുടെ വീട്ടുകാർ അറിഞ്ഞപ്പോൾ എതിർത്തുവെങ്കിലും കൂട്ടാക്കാതെ ബന്ധം തുടർന്നു. പെൺകുട്ടി ഗർഭിണിയായപ്പോൾ 5ആം മാസം യുവാവിന്റെ മാതാപിതാക്കൾ ജോലി ചെയ്യുന്ന വയനാടിന് കൊണ്ടുപോയി. അവിടെ വെച്ച് പെൺകുട്ടി ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകി. പ്രസവത്തിന് ശേഷം 4 മാസം കഴിഞ്ഞ് കുഞ്ഞുമായി ഇവിടെ വന്ന് യുവാവിനൊപ്പം താമസിക്കുകയായിരുന്നു. ആദ്യത്തിനുമായി ഇപ്പോൾ പിണക്കത്തിലായ പെൺകുട്ടിയുടെ സഹോദരൻ ചൈൽഡ് ലൈനിൽ വിളിച്ച് വിവരങ്ങൾ പറഞ്ഞു. തുടർന്ന് ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റ് അറിയിച്ചത് പ്രകാരം ഏനാത്ത് പോലീസ് നടപടി സ്വീകരിക്കുകയായിരുന്നു. 2022 മുതൽ പെൺകുട്ടിയുമായി അടുത്ത യുവാവ് പ്രണയം നടിച്ച് ഇൻസ്റ്റഗ്രാമിലൂടെ നിരന്തരം ബന്ധപ്പെട്ട് വിവാഹ വാഗ്ദാനം നൽകി ബലാത്സംഗത്തിന് വിധേയമാക്കി. ഭർത്താവുമായി പിരിഞ്ഞു നിൽക്കുന്ന രണ്ടാം പ്രതിയും മറ്റും താമസിക്കുന്ന വാടക വീട്ടിൽ നിത്യസന്ദർശകനായി മാറിയ ഇയാളെ കഴിഞ്ഞ വർഷം കുട്ടിയുടെ +1 പരീക്ഷാ സമയത്ത് അമ്മ വിളിച്ചു വരുത്തി. തുടർന്ന് മാതാപിതാക്കളുടെ സമ്മതം വാങ്ങിയ ശേഷം കുട്ടിയെ ഇയാൾക്കൊപ്പം പ്രതിയുടെ വീട്ടിലേക്ക് ഇവർ പറഞ്ഞയച്ചു. പിന്നീട് ക്ഷേത്രത്തിൽ വെച്ച് ഇരുവരുടെയും താലികെട്ട് നടത്തി. ഭാര്യ ഭർത്താക്കന്മാരെ പോലെ പ്രതിയുടെ വീട്ടിൽ കഴിഞ്ഞു വരികയായിരുന്നു. നിയമാനുസൃതമല്ലാത്ത വിവാഹത്തിന് കൂട്ടുനിൽക്കുകയും നിയമാനുസൃത രക്ഷകർത്തൃത്വത്തിൽ നിന്നും മനഃപൂർവ്വം ഒഴിവാകണമെന്നുള്ള ഉദ്ദേശത്തോടെയുമാണ് ഇവർ കുട്ടിയെ യുവാവിനൊപ്പം അയച്ചതെന്നും അന്വേഷണത്തിൽ വ്യക്തമായി. കുട്ടി തുടർന്ന് ഗർഭിണിയായപ്പോൾ ഇത് മറച്ചുവെക്കാനായി പ്രതിയുടെ മാതാപിതാക്കൾ ജോലി ചെയ്യുന്ന വയനാട്ടിൽ ഇവർ എത്തിച്ചു. അവിടെ കൈനാടി ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രസവം നടന്നു. ഡോക്ടർമാർക്കോ മറ്റു ജീവനക്കാർക്കോ സംശയം തോന്നിയില്ല. തുടർന്നാണ് ഇവിടെ എത്തി യുവാവുമായി വീണ്ടും താമസിച്ചു വന്നത്. കഴിഞ്ഞ ദിവസം ശിശു സംരക്ഷണ യൂണിറ്റിൽ നിന്നും സംഭവം സംബന്ധിച്ച് കത്ത് കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ ഏനാത്ത് പോലീസ് സ്ഥലത്ത് വിശദമായ അന്വേഷണം നടത്തുകയും പെൺകുട്ടിയെ കണ്ടെത്തി വിവരങ്ങൾ ചോദിച്ചറിഞ്ഞ് വിശദമായി മൊഴി രേഖപ്പെടുത്തുകയുമായിരുന്നു. ഗുരുതരമായ കുറ്റകൃത്യമാണെന്ന് ബോധ്യപ്പെട്ട പോലീസ് ബലാത്സംഗത്തിനും പോക്സോ നിയമപ്രകാരവും ബാലനീതി നിയമം അനുസരിച്ചും ബാലവിവാഹ നിരോധന നിയമം വകുപ്പ് 9 പ്രകാരവും കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു. ആദിത്യനെയും കുട്ടിയുടെ അമ്മയും സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി മൊഴിയെടുത്ത ശേഷം അറസ്റ്റ് ചെയ്തു. പ്രാഥമിക നടപടികൾക്ക് ശേഷം പോലീസ് തെളിവെടുപ്പ് നടത്തുകയും വിശദമായ റിപ്പോർട്ട് ശിശുക്ഷേമ സമിതിക്ക് കൈമാറുകയും ചെയ്തു. പെൺകുട്ടിയുടെ മൊഴി കോടതിയിൽ രേഖപ്പെടുത്തുന്നതിന് അപേക്ഷ സമർപ്പിച്ചു. പ്രതിയുടെ വൈദ്യപരിശോധന ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തിയാക്കി. ശാസ്താംകോട്ട പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ ആദിത്യൻ പ്രതിയാണെന്നാണ് അന്വേഷണത്തിൽ തെളിഞ്ഞത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു.